നമസ്കാരം. സംസ്ഥാനത്തെ മാധ്യമ സ്വാതന്ത്ര്യം തകർച്ച നേരിടുന്നു എന്നതിന്റെ തെളിവാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമമെന്ന് നടനും BJP ദേശീയ കൗൺസിൽ അംഗവുമായ കൃഷ്ണകുമാർ. ആശയത്തെ ആശയപരമായി നേരിടാൻ കഴിയാത്തവർ കായികമായി നേരിടാനാണ് ശ്രമിക്കുന്നത്. ഇത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. നിർഭയമായി കാര്യങ്ങൾ പറയുന്നവരുടെ വാ മൂടിക്കെട്ടാനാണ് ശ്രമം. തങ്ങൾക്കെതിരെ പറയുന്നവരെ തല്ലി ഒതുക്കുമെന്ന നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഷാജൻ സ്കറിയെ ആക്രമിച്ചവരെ ഉടനടി പിടികൂടണമെന്ന് നിയമവാഴ്ച ഉറപ്പാക്കാൻ നിയമപാലകർ തയ്യാറാകണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം നോക്കാം. നിർഭയമായ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമം നടുക്കുന്നതാണ്. സംസ്ഥാനത്തെ ഭരണാധികാരികളെ നിശിതമായി വിമർശിക്കുന്ന നോ കോംപ്രമൈസ് നിലപാട് സ്വീകരിക്കുന്ന ഷാജനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആസൂത്രിത ആക്രമണമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ആശയത്തെ ആശയപരമായി നേരിടാൻ കഴിയാത്തവർ കായികമായി നേരിടാനാണ് ശ്രമിക്കുന്നത്. ഇതൊട്ടും ഭൂഷണമായ കാര്യമല്ല. സംസ്ഥാനത്തെ മാധ്യമ സ്വാതന്ത്ര്യം തകർച്ച നേരിടുന്നു എന്നതിന്റെ തെളിവാണ്. നിർഭയമായി കാര്യങ്ങൾ പറയുന്നവരുടെ വാ മൂടിക്കെട്ടാനാണ് ശ്രമം. തങ്ങൾക്കെതിരെ പറയുന്നവരെ തല്ലി ഒതുക്കുമെന്ന നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഷാജൻ സ്കറിയെ ആക്രമിച്ചവരെ ഉടനടി പിടികൂടി നിയമവാഴ്ച ഉറപ്പാക്കാൻ നിയമപാലകർ തയ്യാറാകണം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ സ്കറിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇടുക്കി നഗരത്തിലെ മങ്ങാട്ടുകവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TA നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്ത് ഇന്നലെ വൈകിട്ടായിരുന്നു മർദ്ദനം നടക്കുന്നത്. മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ മറ്റൊരു കാർ ഇടിച്ചു. തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ 4 അംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ. തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ഷാജൻ സ്കറിയെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആക്രമിച്ചത് 5 പേർ ചേർന്നാണെന്ന് FIR-ൽ പറയുന്നു. ആരുടെയും പേര് FIR-ൽ ഇല്ല. എന്നാൽ ക്വാറി മുതലാളിയായ CPM അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഷാജൻ സ്കറിയയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് FIR പറയുന്നു. ശനിയാഴ്ച രാത്രി 6:40-നായിരുന്നു ആക്രമണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ FIR ആണ് പോലീസ് ഇട്ടിട്ടുള്ളത്. വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ ആക്രമണം നടത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. മങ്ങാട്ടുകവല മില്ലിന് മുൻഭാഗത്ത് വെച്ച് ഥാർ ജീപ്പ് ഇടിച്ചു. അതിനുശേഷം ജീപ്പിൽ നിന്ന് ഡോർ തുറന്നിറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു. ഇതിനെ എതിർത്ത ആവലാതിക്കാരനെ 1-ാം പ്രതി കൈ ചുരുട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും നെഞ്ചിലും തുടരെ ഇടിക്കുകയായിരുന്നു. ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി. ഇതിന് പിന്നാലെയാണ് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്.